ഡ്രൈവിംഗ് പോലും അറിയാത്ത ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫിൽട്ടർ ചെയ്തെടുക്കുന്ന വണ്ടികൾ നമുക്ക് എന്നും ഒരു അസറ്റ് തന്നെയാണ്. അതൊരിക്കലും ഒരു ലയബിലിറ്റി ആയി മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിനെ പറ്റിയാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ബൈക്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരായിക്കോട്ടെ, കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരായിക്കോട്ടെ, കേരളത്തിന് പുറത്തുനിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ലൊരു നോളജ് ഉണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വണ്ടിയിൽ നമ്മൾ നോക്കി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഒരുപാട് വെച്ച് താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ ഷോറൂമിൽ പോകുന്നു. നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ ഷോറൂം കാണും. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഒരു ഫ്രഷ് വെഹിക്കിൾ ഷോറൂമിന് 3 സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾ ഷോറൂം, അതായത് 1:3 ആണ് ഇപ്പോഴത്തെ ഒരു റേഷ്യോ പറയുന്നത്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിഫറെൻറ്റ് ഷോറൂംസിൽ പോയിട്ട് പറ്റുന്നത്ര വണ്ടി ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ ബഡ്ജറ്റ് എത്ര എന്ന് വെച്ചിട്ട് നമ്മുടെ മുമ്പിലുള്ള ഷോറൂംസിലെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷോറൂംസിലെല്ലാം പോയി വണ്ടിയെല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി നമ്മൾ കണ്ടുപിടിച്ചു, ഇത് കൊള്ളാം എന്നൊരു തോന്നൽ വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഓക്കെ സെറ്റ് എന്നൊരു രീതിയിൽ മുമ്പോട്ട് പോകാതെ ഓക്കെ ബ്രോ ഞാൻ നോക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക. അത് തിരിച്ചു തരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അഡ്വാൻസ് കൊടുത്ത് വണ്ടി ബ്ലോക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു ഓക്കെ ആണ് എങ്കിൽ മാത്രം അഡ്വാൻസ് കൊടുത്ത്, അതായത് നമുക്ക് നാളെ ഈ വണ്ടി ഓക്കെ അല്ല എന്ന് തോന്നുവാണെങ്കിൽ തിരിച്ചു തരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത് വണ്ടി ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് ഈ വണ്ടിയുടെ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പിയും കൂടെ വാങ്ങിക്കുക. അതായത് ഇൻഷുറൻസിൻ്റെ കോപ്പി വാങ്ങിക്കുന്നതിന് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. കാരണം ഒരു വണ്ടിയുടെ ജാതകം മൊത്തം ഇൻഷുറൻസിലാണ് കിടക്കുന്നത്. അപ്പം ഇൻഷുറൻസിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ മൊത്തം ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അപ്പം നമ്മൾ ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പി വാങ്ങിക്കുക, അതും കൊണ്ടുവരിക. അത് കൊണ്ടുവന്നതിന് ശേഷം അടുത്ത പോയിന്റ്, നമ്മൾ ഇൻഷുറൻസ് ഇപ്പം ന്യൂ ഇന്ത്യയുടെ ആണ് എന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസ് ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ അത് ആര് ചെന്നാലും അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് ഇന്ന ആൾക്കാർ വേണം എന്നൊന്നുമില്ല. അപ്പം ആര് ചെന്നാലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇൻഷുറൻസ് ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ ഈ വണ്ടിയുടെ ക്ലെയിം ഹിസ്റ്ററി ഒന്ന് വേണം എന്ന് പറയുക, വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുക. അപ്പം വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പം അവർ ക്ലെയിം ഹിസ്റ്ററി തരും. അതായത് ഇതിനു മുമ്പ് വണ്ടി എത്ര വട്ടം ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പാർട്സാണ് മാറിയിട്ടുള്ളത്, എത്ര രൂപയുടെ പാർട്സ് മാറിയിട്ടുണ്ട്. അപ്പം മെയിൻ ആക്സിഡൻറ്റോ അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ അറിയാൻ പറ്റും. മെയിൻ ആക്സിഡൻസും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുള്ള ഒരു വണ്ടിയാണ് എങ്കിൽ മാക്സിമം നമ്മൾ ആ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒരു ചേസ് ബെൻഡോ അല്ലെങ്കിൽ ഒരു എൻജിൻ സൈഡിലൊരു നല്ല തട്ടമുട്ടോ ഒക്കെ കിട്ടിയൊരു വണ്ടിയാണെങ്കിൽ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് നമ്മൾ എടുക്കാൻ പോകുമ്പം നമുക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഭാവിയിൽ നമുക്ക് ഫേസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് നല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉള്ളൊരു വണ്ടിയാണെങ്കിൽ നമ്മൾ അത് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനി നോക്കി, നമ്മൾ ഇതുവരെ വലിയ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയ തട്ടോ മുട്ടോ, ഇപ്പം ചെറിയൊരു ഈ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമുട്ട് അങ്ങനെയൊക്കെ പോകാം. വണ്ടി റോഡിൽ കിടന്ന് ഓടുന്നതാണ്, ഈ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അപ്പം ചെറിയ തട്ടുമുട്ടുമൊക്കെ എല്ലാ വണ്ടിക്കും പറ്റാവുന്നതാണ്. പക്ഷേ മെയിനായിട്ടുള്ള ചേസ് ബെൻഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല ഇടികൾ പറ്റിയിട്ടുള്ള വണ്ടികൾ എടുക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് പറയുക. അപ്പം ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ചെക്ക് ചെയ്തു, നമ്മുടെ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ് ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് നോക്കുമ്പം ഉള്ളത് എന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത്, നമ്മൾ ഈ വണ്ടിയുടെ ഷോറൂം, അതായത് നമ്മളൊരു ബജാജിൻ്റെ വണ്ടി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ ഒരു ഹോണ്ടയുടെ വണ്ടി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഹോണ്ടയുടെ ഷോറൂമിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അതും ഇന്ന ആൾ ചെന്നാലേ കിട്ടൂ, അല്ലെങ്കിൽ അതിനങ്ങനെ നിബന്ധനയൊന്നുമില്ല. നമ്മൾ അറിയാവുന്ന ആർക്കും സർവീസിനെ പറ്റി അവിടെ ഉള്ള ഷോറൂമിലുള്ള ആർക്കും എടുത്തു തരാമെന്ന് ഉള്ളതേ ഉള്ളൂ. വണ്ടിയുടെ ഒരു സർവീസ് ഹിസ്റ്ററി, അതായത് ഈ വണ്ടിയുടെ സർവീസ് എല്ലാം പ്രോപ്പറാണോ, നമ്മൾ ഈ വണ്ടി എത്ര സർവീസുകൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്, ഈ വണ്ടിയുടെ എന്താ പറയുക എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഈ വണ്ടി എത്ര കിലോമീറ്ററിൽ ഇൻ്റർവെല്ലിലെല്ലാം സർവീസ് ചെയ്തിട്ടുള്ളതാണോ. നമ്മുടെ ഈ വാറണ്ടി പീരീഡുള്ള വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് 10,000 കിലോമീറ്ററിൽ ചെയ്യേണ്ട സർവീസ് 15,000 കിലോമീറ്ററിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ എൻജിൻ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇഷ്യൂയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇത് മിക്ക ഷോറൂമുകളും ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മൾ എൻജിൻ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇഷ്യൂ വന്നാൽ അത് അവരങ്ങ് തള്ളിക്കളയും. എന്നിട്ട് പറയും നിങ്ങൾ ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടത് 10,000-ലായിരുന്നു, നിങ്ങൾ 15,000-ലാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് പറ്റിയതാണ്, ഇതുകൊണ്ട് നമുക്ക് ക്ലെയിം തരാൻ പറ്റില്ല, പൈസ കയ്യിൽ നിന്നിടണം, അല്ലെങ്കിൽ വാറണ്ടി കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ ആ കാര്യം ആദ്യം ഉറപ്പ് വരുത്തുക. നമ്മൾ എല്ലാം പ്രോപ്പർലി, അതായത് എത്ര കിലോമീറ്ററിലാണോ സർവീസ്, 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യേണ്ടത് 10,000-ൻ്റെ അണ്ടറിൽ തന്നെ ചെയ്തിട്ടുണ്ടോ, സർവീസ് എല്ലാം കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പം നിങ്ങൾക്ക് ഷോറൂമിൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യം ഒന്ന് നോക്കി വെക്കുക. അപ്പം ഇതിന് വേറൊരു ആഡഡ് ബെനിഫിറ്റുകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കിലോമീറ്റർ, അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഈ വണ്ടി ഒരു കാറാണെന്ന് വിചാരിക്കുക. അപ്പം ആ കാറ് 50,000 കിലോമീറ്റർ ഓടിയതാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു ഇന്നോവയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഇന്നോവ 50,000 കിലോമീറ്റർ ഓടി എന്ന് വിചാരിക്കുക. ഡീസൽ ഇന്നോവയ്ക്ക് 50,000 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒന്നുമല്ല. അപ്പം 50,000 കിലോമീറ്റർ ഓടി എന്ന് നമ്മുടെ ആരാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കാൻ വെച്ചേക്കുന്ന ആരാണോ അയാൾ പറയണം 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഷോറൂമിൽ വിളിച്ച് സർവീസ് ഹിസ്റ്റർ നോക്കുമ്പം അവർ പറയും ലാസ്റ്റ് സർവീസ് നടത്തിയേക്കുന്നത് 1,30,000 കിലോമീറ്ററിലാണ്, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തേക്കുന്നത് 1,30,000 കിലോമീറ്ററാണ്, 1,00,000 ആയപ്പോഴത്തേക്കും ടൈമിങ് ചെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ മീറ്റർ തിരിച്ചിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ മീറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മീറ്റർ മറ്റേ ഇപ്പം എല്ലാവർക്കും ചെയ്യുന്നതാണ്, മുക്കിന് കടവുണ്ട്, മീറ്റർ റീഡിങ് തിരിക്കാൻ പറ്റും. അതായത് എനിക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ മീറ്റർ നമുക്ക് കറക്കി 50,000-ലോ 30,000-ലോ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മൾ നോക്കുമ്പം വണ്ടി ഒരുപാട് ഓടാത്ത വണ്ടിയാണ് എന്നൊരു ഫീലിംഗ് വരും. അപ്പം അങ്ങനൊരു ട്രാപ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം ഈ ഷോറൂമിൽ വിളിച്ച് ഈ കാര്യങ്ങൾ തിരക്കുകയാണെങ്കിൽ. അപ്പം നമ്മളിപ്പോൾ പറയാണ്, ഇപ്പം വണ്ടിയുടെ ഓണർ പറയണം 50,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. പക്ഷെ അപ്പം നമുക്ക് പറയാം, അല്ല ബ്രോ ഞാൻ ഷോറൂമിൽ വിളിച്ചപ്പം ഇങ്ങനെ 1,30,000 സർവീസ് കഴിയുമെന്ന് പറഞ്ഞു. അപ്പം റേറ്റ് ഇത്രയും പറ്റില്ല, നമുക്ക് 1,30,000 എന്ന് പറയുമ്പോൾ റേറ്റ് ഇത്രയും തരേണ്ട ആവശ്യമില്ല എന്നുകൊണ്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പം നല്ലൊരു നെഗോഷിയേഷൻ പോയിൻ്റാണത്. അപ്പം ഈ കാര്യങ്ങൾ ഷോറൂമിൽ വിളിച്ച് തിരക്കുന്ന കൂട്ടത്തിൽ കിലോമീറ്റർ എത്ര പോയിട്ടുണ്ട്, അതിന് എന്തൊക്കെ കംപ്ലയിൻസ് നമുക്ക് ഈ ഷോറൂമിൽ മിക്ക ടൊയോട്ടയുടെ ഇപ്പം ഇന്നോടെ വരുമ്പോൾ ടൊയോട്ടയുടെ ഷോറൂമിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന സംഭവമാണ്. അതിൻ്റെ അടുത്ത ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യേണ്ട ടൈം എപ്പോഴാണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം ബ്രേക്ക് പാഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാറായോ, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതും നമുക്ക് പറയാം, ഇനി അടുത്ത ഇത്ര കിലോമീറ്ററിൽ ഇത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് റേറ്റ് എല്ലാം പറഞ്ഞ് നമുക്ക് ചവിട്ടി പിടിക്കാവുന്നതാണ്. അപ്പം ഇതാണ് കിലോമീറ്റർ എല്ലാം അറിഞ്ഞിരിക്കുകയെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന വേറൊരു ബെനിഫിറ്റ്. പിന്നെ അതുപോലെ തന്നെ കിലോമീറ്റർ വെച്ച് തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ്, വണ്ടി ഒരുപാട് ഓടാണ്ട് കിടക്കുന്ന ഒരു വണ്ടി. അതായത് 2015 രജിസ്ട്രേഷനിലുള്ള അല്ലെങ്കിൽ 2014 രജിസ്ട്രേഷനുള്ള ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക. നമുക്കൊരു ഇന്നോവ തന്നെ എടുക്കാം. 2014 രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവ, ഇതിപ്പോൾ 2024 അപ്പോൾ 10 വർഷമായി വണ്ടി എടുത്തിട്ട്. പക്ഷേ വണ്ടി ആകെ ഓടിയേക്കുന്നത് 30,000 അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ആയിക്കോട്ടെ. അപ്പം 20,000 കിലോമീറ്റർ ഓടിക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി 10 വർഷം കൊണ്ട് ഓടിയേക്കുന്നത് 20,000 കിലോമീറ്റർ ആണെങ്കിൽ വണ്ടിക്ക് ഓട്ടം കുറവാണെന്നാണ് അർത്ഥം. ഈ ഗൾഫുകാരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, വണ്ടി എടുത്ത് വീട്ടിലിട്ടിട്ട് ഗൾഫിൽ പോവും, നാട്ടിൽ ഓടിക്കാനും ആരുമില്ല, വണ്ടി വെറുതെ ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കുന്ന ടൈമിൽ
ഇതിൻ്റെ റബ്ബർ പാർട്സ് എല്ലാം കയറി അങ്ങ് ടൈറ്റ് ആവും. റബ്ബർ പാർട്സ് കയറി ടൈറ്റായിട്ട് ഒരു ടൈം അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും ലീക്കും കാര്യങ്ങളൊക്കെ വരും. വണ്ടി ഇപ്പോൾ അങ്ങനെ കിടക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കേരളത്തിൽ നിന്ന്, അത് എറണാകുളത്തു നിന്ന് പെട്ടെന്ന് ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം, പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന ടൈർ റോഡിൽ കിടക്കും എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ പാർട്സും കാര്യങ്ങളും എല്ലാം ലീക്കും കാര്യങ്ങളും എല്ലാം വന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ലോങ് ഓടുന്ന ടൈമിൽ അതിൻ്റെ ആ ലീക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റബ്ബർ ട്യൂബിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഈ ബൈക്കിൻ്റെ ആണെങ്കിലും ഫ്യൂവൽ ലൈനും കാര്യങ്ങളും എല്ലാം റബ്ബറാണ്. അപ്പം അതിലോട്ടൊരു പ്രഷർ കൊടുക്കുമ്പോൾ ഈ സാധനം പൊട്ടിപ്പോവും. അങ്ങനെ ഒരുപാട് വണ്ടികൾ റോഡിൽ കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ റോഡിൽ കിടന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരുപാട് ഓട്ടം ഇല്ലാത്തൊരു വണ്ടിയും കൊണ്ട് ഞാൻ പോയി, അത് റോഡിൽ പെട്ടുപോയി. അപ്പം ഈ കിലോമീറ്റർ ഇത്ര കിടന്നൊരു വണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ്. അതായത് ഇത്രയും 10 വർഷം കൊണ്ട് 20,000 കിലോമീറ്റർ ഓടിയൊരു വണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പം ഇത് വണ്ടി വിൽക്കുന്നവർ പറയും, ബ്രോ ഇത്ര കിലോമീറ്റർ പോയിട്ടുള്ളൂ ബ്രോ, നിങ്ങൾക്ക് പുതിയ വണ്ടി പോലെ കൊണ്ടു കിടക്കാം. ഞാൻ എന്താ പറയുക, ഇന്നോവയാണെങ്കിൽ ഇന്നോവയ്ക്ക് 20,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, 2 ലക്ഷം കിലോമീറ്റർ ഓടുന്നൊരു വണ്ടിയാണ്. അപ്പം 2 ലക്ഷത്തിൽ പണ്ടേക്ക് ഓടുന്നൊരു വണ്ടിയാണ്. അപ്പം അതിന് 20,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പം നമ്മൾ ഫ്രഷ് വണ്ടി കടം കൊടുക്കും, പക്ഷെ പണി കിട്ടുന്നത് നമുക്കറിയും. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒരു മെക്കാനിക്കിനെ അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഷോറൂമിൽ കൊണ്ടുപോയി ഇങ്ങനെയുള്ള റബ്ബർ പാർട്സിനൊന്നും കംപ്ലൈൻറ്റ് ഇല്ലെന്നും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി എടുക്കാം ഓക്കെ എന്നും പറഞ്ഞ് കൈ കൊടുക്കുക. അതാണ് കിലോമീറ്ററിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ AI ക്യാമറയാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് നോക്കണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പം എറണാകുളം വരെ ഓടി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഓടിയൊരു വണ്ടി സീറ്റിൽ ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞൊരു 10,000 രൂപയുടെ പറ്റി 10 ക്യാമറ അടിച്ചെങ്കിൽ 10,000 രൂപ പറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പരിവാഹനിൽ കയറി, നമ്മളിപ്പം നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാനാണ്. പരിവാഹനിൽ കയറി വണ്ടിയുടെ നമ്പറും നമ്മുടെ ചേസ് നമ്പറിൻ്റെ എൻജിൻ നമ്പറിൻ്റെ എന്തോ ഒരു അവസാനത്തെ 5 അക്കം, ഇതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻഷുറൻസിൻ്റെ കോപ്പി വാങ്ങിക്കുമ്പം അതിനകത്ത് കിട്ടുന്നതാണ്. അപ്പം അത് വാങ്ങിച്ചു വെക്കുക എന്ന് ഞാൻ പറയേണ്ട മെയിൻ കാരണം ഇതാണ്. അപ്പം ഈ പരിവാഹൻ്റെ സൈറ്റിൽ കയറുക, ഈ ഒരു സംഭവം അടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പെറ്റിയുണ്ട്. ഇപ്പം കാറാണെങ്കിൽ കൂൾ ഫിം ഒട്ടിച്ചതിൻ്റെ പെറ്റി, പിന്നെ വേറെ എന്തെങ്കിലും അലോയോ അങ്ങനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെറ്റി, ബൈക്കാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ പെറ്റി, സീറ്റ് ബെൽറ്റ് പെറ്റി, അങ്ങനെ പെറ്റികളുടെ ഘോഷയാത്രയാണ്. അപ്പോൾ എത്ര പെറ്റിയുണ്ട്, എത്ര രൂപ അടയ്ക്കാനുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് പരിവാഹൻ്റെ സൈറ്റിൽ കയറുമ്പോൾ കാണാൻ പറ്റും. പേഴ്സണലി എനിക്കറിയാവുന്ന ഒരാൾ വണ്ടി എടുത്തു, 5,000 രൂപയുടെ പെറ്റി ഉണ്ടായിരുന്നു. വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അത് വണ്ടി എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ വണ്ടി വിറ്റാലും ഈ വണ്ടിയുടെ ഒരു ബന്ധമില്ല, വണ്ടിക്ക് എന്ത് പണി വന്നാലും നമ്മൾ പണിഞ്ഞോണം എന്നൊരു സ്ഥിതിയാണ്. പക്ഷേ നമ്മൾ ഷോറൂമിൽ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പണി വന്നാൽ നമുക്ക് വേണമെങ്കിൽ കേസ് വരെ കൊടുക്കാം. പക്ഷേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അത് പറ്റില്ല. പിന്നെ ആകെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂ വാല്യൂന്നോ അങ്ങനെയുള്ള സ്ഥലത്ത് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് കാർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ 1 ഇയറിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ എന്തൊക്കെയോ ജനറൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരിക്കലും ട്രൂ വാല്യൂവിനെ ഞാൻ പ്രൊമോഷനോ അങ്ങനെ സംഭവമാണെന്ന് വിചാരിക്കരുത്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ട്രൂ വാല്യൂ കുറച്ചുകൂടെ അവർ ചില ടൈമിൽ നല്ല കത്തിയാണ്. ചില ഷോറൂംസ് എല്ലാം ചെറിയ ട്രൂ വാല്യൂവിൻ്റെ ഷോറൂംസ് എല്ലാം കുറച്ച് കത്തിയാണ്. അതായത് വണ്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ കയറ്റി പറയും, വണ്ടി വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ കുറച്ച് പറയും. പക്ഷേ അവിടുന്ന് നമ്മൾ നോക്കിയൊരു വണ്ടി അവർ നെഗോഷിയേഷനൊക്കെ അവരും പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഒരു 3 ലക്ഷം രൂപയാണെങ്കിൽ 250 പറയുമ്പം അവരും ഒന്ന് കുറച്ചൊക്കെ കൊണ്ടുവരും. നമുക്ക് പറ്റുന്ന രീതിയിലോട്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പം നമ്മളിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മളിതൊക്കെ നോക്കി ഞാൻ പറഞ്ഞ പോയിൻസൊക്കെ നോക്കി അവരോട് പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരും ഒന്ന് താഴ്ന്നു വരും. പിന്നെ ട്രൂ വാല്യൂള്ള വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ആ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നാളെ ട്രൂ വാല്യൂലോട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാം. അതായത് ഇന്ന് ഞാൻ വൈകുന്നേരം 5 മണിക്ക് വണ്ടി എടുത്തു, നാളെ രാവിലെ ആയപ്പോഴത്തേനും എനിക്ക് വണ്ടി സ്റ്റാർട്ടാൻ പറ്റില്ല, കെട്ടി വെച്ച് ട്രൂ വാല്യൂവിന് അങ്ങോട്ട് കൊണ്ടുപോകാം. അവർക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അവരത് പണിഞ്ഞു തരും. 1 വർഷത്തെ വാറണ്ടി അല്ല 1 വർഷത്തെ സർവീസ് ഉണ്ട്, അവർക്ക് ഫ്രീയും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരത് സെറ്റ് ചെയ്ത് തരും. പക്ഷേ ബൈക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാറിൻ്റെ കാര്യത്തിലാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അതായത് ഒരിക്കലും ട്രൂ വാല്യൂവിനെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. അവർക്കും വേറെ പല സ്ഥലത്തും എനിക്ക് പേഴ്സണലി അവരുടെ ഇഷ്യൂസ് ഒന്നും അറിയില്ല. ഇഷ്യൂസ് ഉള്ള സ്ഥലങ്ങളും കാണുമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറ. ട്രൂ വാല്യൂവിനെ ഞാൻ പൊക്കി പറഞ്ഞു,
എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്ന ആവശ്യമില്ലാത്തതെന്ന് പറയരുത്. എനിക്ക് പേഴ്സണലി ട്രൂ വാല്യൂവിനെ പറ്റി നല്ലൊരു ഒപ്പീനിയൻ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ എനിക്കൂടെ അറിയാൻ പറ്റില്ല ട്രൂ വാല്യൂവിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ട്രൂ വാല്യൂ എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവർക്ക് സർവീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പണിയാൻ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ അവരുടെ നെഞ്ചത്ത് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരാളുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്കതില്ല. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ പിറ്റേന്ന് തൊട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പെറ്റി അടയ്ക്കണമെങ്കിലും എല്ലാം നമ്മൾ തന്നെ അടയ്ക്കണം. അപ്പം ഈ പരിവാഹൻ സൈറ്റിൽ കയറുക, ഇതൊന്ന് ചെക്ക് ചെയ്യുക, വണ്ടി എന്തെങ്കിലും പെറ്റിയുണ്ടോ, ഉണ്ടെങ്കിൽ അത് അടപ്പിച്ച് മാത്രം വണ്ടി എടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ റേറ്റ് പറഞ്ഞ് കുറപ്പിച്ച് വണ്ടി എടുക്കുക. ഞാൻ ഈ പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് വണ്ടിയെ പറ്റി ഒരു കുന്തവും അറിഞ്ഞില്ലെങ്കിലും, അതായത് നിങ്ങൾ ഇതുവരെ വണ്ടി ഓടിച്ചിട്ട് പോലുമില്ല, നിങ്ങൾ ഡ്രൈവിംഗ് പോലും അറിയാത്ത ആളാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചു, ഇതെല്ലാം ചെക്ക് ചെയ്തു എങ്കിൽ പോയി ആ വണ്ടി എടുക്കാം എന്നല്ല, എങ്കിൽ അവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. വണ്ടി ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി കണ്ടു വെച്ചിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പം അവിടുന്ന് ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം പറ്റുവാണെങ്കിൽ നല്ലൊരു ഓതറൈസ്ഡ് വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ട് വണ്ടി ചെക്ക് ചെയ്യിക്കുക. അതായത് വണ്ടിക്ക് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, വണ്ടി ഇനി ഭാവിയിൽ എന്തൊക്കെ കംപ്ലൈൻറ്റ് വരാം എന്നുള്ള സംഭവങ്ങളെല്ലാം ചെക്ക് ചെയ്യിക്കുക. നമുക്കിപ്പോൾ അതിന് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പം നിങ്ങൾ ഒരു തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് കണ്ണൂർ ഒരു വണ്ടി, നിങ്ങളൊരു ഫോർച്യൂണർ കണ്ണൂർ നോക്കുക അല്ലെങ്കിൽ മലപ്പുറത്തോ എവിടെയെങ്കിലും നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ആപ്പിൽ കൂടെ മെക്കാനിക്കിനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കണ്ണൂർ ഉള്ള ഒരു ഓതറൈസ്ഡ് മെക്കാനിക്ക് അവിടെ പോയി വണ്ടി നോക്കും. ആ മെക്കാനിക്കിന് നിങ്ങളെ അറിയണമെന്നേ ഇല്ല. അപ്പോൾ അവർ അവിടെ പോയി വണ്ടി ചെക്ക് ചെയ്തിട്ട് അവർ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് അയച്ചു തരും. അങ്ങനെ റിപ്പോർട്ട് അയച്ചു തരുമ്പം അങ്ങനെ ഒരു മിനിമം 1-2 ആൾക്കാരെ കൊണ്ട് നമ്മൾ വണ്ടി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടിക്ക് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട് എന്നുള്ളത്. അതിന് നമ്മൾ പേ ചെയ്താൽ മതി. അങ്ങനെ ഓൺലൈൻ വെബ്സൈറ്റോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ക്ലിയർ കട്ട് വണ്ടിയുടെ ഒരു A to Z കാര്യങ്ങൾ നമുക്ക് വണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നോക്കി ഒരു വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു 80% ഇഷ്യൂസ് ഒന്നുമില്ലാതെ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാക്കി 20% ചെറിയ കംപ്ലയിൻസ് വരാത്ത സെക്കൻഡ് ഹാൻഡ് വണ്ടികളില്ല. നീറ്റ് വണ്ടി എന്ന് പറയുന്നത് ഫുള്ള് ഷോറൂമിൽ ഇറക്കുന്ന വണ്ടിക്ക് പോലും നീറ്റ് വണ്ടി ഒരു സാധനമില്ല. ഷോറൂമിൽ ഇറക്കിയാലും വണ്ടി കംപ്ലൈൻ്റ് ഉള്ള വണ്ടികളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങുമ്പോഴും ചെറിയ ഇഷ്യൂസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴും ചെറിയ കംപ്ലയിൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഒരു 80% നീറ്റ് കണ്ടീഷനുള്ള വണ്ടി ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സും നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഈ ആദ്യം ഞാൻ പറഞ്ഞ ഈ ഒരു മെക്കാനിക്കിനെ കൊണ്ട് വണ്ടി നോക്കിപ്പിക്കുക എന്ന് പറഞ്ഞതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു വണ്ടിയെപ്പറ്റി ഒന്നും അറിയാത്ത, വണ്ടിയെപ്പറ്റി ഇതുവരെ ഡ്രൈവിംഗ് പോലും അറിയാത്ത ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഒരു ഇൻഷുറൻസ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ആ ഒരു ഇൻഷുറൻസിൻ്റെ കോപ്പി വാങ്ങിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു വണ്ടിയെപ്പറ്റി ഒന്നും അറിയില്ല, മെക്കാനിക്കൽ പരമായി ഒന്നും അറിയില്ല എങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു കാര്യങ്ങൾ നോക്കി വണ്ടി ഒരു മെക്കാനിക്കിനെ കൂടെ നോക്കിക്കുകയാണെങ്കിൽ ശുഭം, നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാം. ഇത്രയും കാര്യങ്ങൾ പക്കയായിട്ട് വരികയാണ്. ഇതിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വണ്ടി എടുക്കാൻ പോകുന്നതിന് മുമ്പേ ക്ഷമ എന്നുള്ള സാധനമാണ് വേണ്ടത്. ഒരു വണ്ടി ഓരോ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സ്പെക്ട് ചെയ്ത വണ്ടി കിട്ടാൻ 1 വർഷം എടുത്തു. ഈ പജേറൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 8 മാസം തേടി 9 മാസം തേടി നടന്നിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്. അപ്പം അങ്ങനെ കിട്ടുന്ന വണ്ടി അവർക്ക് വെറുത്തായിരിക്കും. കാരണം നോക്കി ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കുന്ന വണ്ടികൾ നമുക്ക് എന്നും ഒരു അസറ്റ് തന്നെയാണ്. അതൊരിക്കലും ഒരു ലയബിലിറ്റി ആയി മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും സെക്കൻഡ് ഹാൻഡ് വണ്ടി യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് എടുത്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ വണ്ടി എടുത്തിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഷോറൂമിൽ കയറി ഇറങ്ങി നടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. വണ്ടി എടുത്തു, ഒരു ജനറൽ സർവീസ് നടത്തി എന്നല്ലാതെ പിന്നെ അതിനുശേഷം ഞാൻ ഷോറൂമിൽ അങ്ങനെ വണ്ടി കൊണ്ട് പോകേണ്ട അവസ്ഥ എനിക്കിതുവരെ വന്നിട്ടില്ല. അപ്പം ഇതെല്ലാം നോക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രത്തോളം തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും
എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് പറയാമെന്നാണ്. ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നെങ്കിൽ അങ്ങനെ ആവുമല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ക്ലാരിഫിക്കേഷൻ ഉള്ള കമൻറ്റ് പറയാവുന്നതാണ്. ഞാൻ കമൻറ്റ് സെക്ഷൻ എല്ലാം വായിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രത്തോളം തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഇറ്റ്സ് സൈനിങ് ഓഫ് ബൈ ഷാൻ.